അങ്ങനെ ഇതാ ഞങ്ങളൊരു 10 മണി ആയപ്പോഴത്തേക്ക് പാല് കാച്ചി വീട്ടിലോട്ട് പോകാൻ ഇറങ്ങുക കേട്ടോ. അമ്മയും അച്ഛനും കൂടി രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. 8:30 സമയം. 8:30-9 മണിക്കകത്ത് വെച്ചിട്ടായിരുന്നു. ഞങ്ങളും ആ ഒരു സമയത്ത് ഇറങ്ങണമെന്നൊക്കെ കരുതിയതാ. പക്ഷെ നടക്കുന്ന കാര്യമല്ല കേട്ടോ. 2 കുട്ടികളെയും ഒരുക്കിയൊക്കെ ഇറക്കണ്ടേ. അതിൻ്റെ കൂട്ടത്തിൽ ആദ്യക്കുട്ടനാണെങ്കിൽ ഇവിടെ ഭയങ്കര നിർബന്ധമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവനെ ഒരുക്കിയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് കുറേ ലേറ്റായി. അതും ഞാൻ ലേറ്റായിട്ടാട്ടോ എഴുന്നേറ്റതും. നല്ല തലവേദനയാണ്. ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഋതു ഇങ്ങനെ ഉണർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല തലവേദനയും കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ ഇത് അച്ഛമ്മയാണ്, അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. ഞങ്ങൾ വല്യമ്മച്ചിന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഇത് അച്ഛൻ്റെ ഫാമിലി. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടതല്ല, അമ്മയുടെ ഫാമിലിയാണ് കേട്ടോ. അപ്പം അച്ഛൻ്റെ പെങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചാണ് ഇന്ന്. അപ്പച്ചിയുടെ വീട്. അങ്ങനെ അങ്ങോട്ടാട്ടോ വന്നത്. നമ്മൾ വന്നപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പായസമൊന്നും കിട്ടിയില്ല. പായസക്കലമൊക്കെ ഇങ്ങനെ കാലിയായിട്ട് ഇരിക്കുകയായിരുന്നേ. അങ്ങനെ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഋതുക്കുട്ടനെ ഞാൻ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. പാല് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തത്. ബാക്കിയുള്ള സമയത്ത് എല്ലാവരും എടുത്തോണ്ട് നടക്കുകയാണ്. കാരണം എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ പിന്നെ ഋതുകുട്ടനും പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് ഇതാ 2 ചേച്ചിമാരെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോളെ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. കൂടുതൽ സമയം വല്യമ്മച്ചിയുടെ കൂടെ ആയിരുന്നു കേട്ടോ ഋതുകുട്ടൻ. അങ്ങനെ മോള് പിന്നെ കളിച്ച് ഇതാ അവിടെ കിടക്കായിരുന്നു. പിന്നെ അവളെ ഇന്ന് ഉറങ്ങിയതിന് ശേഷം ഇതാ ഞങ്ങൾ മുകളിലോട്ട് പോയി കേട്ടോ. ഇതാണ് എൻ്റെ ക്യാമറമാൻ അമ്മുമോളാട്ടോ എനിക്ക് അവിടെ ചെന്നിട്ട് വീഡിയോസൊക്കെ എടുത്ത് തന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ മുകളിലോട്ട് പോയി. ഇതിന് മുന്നേ ഞാൻ മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന് കയറിയപ്പോഴും അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതായത് പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഇതാ ഈ റൂമിലാണ് ഞാൻ വന്നിരുന്ന് പാലൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങ് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ രണ്ടാമത് കയറി വന്നേ കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മോളെയും വെച്ചിട്ട് എല്ലായിടും പോയി കാണാനൊക്കെ പാടാണല്ലോ. അങ്ങനെ പിന്നെ ഇതാ റൂമൊക്കെ കയറി കണ്ടു. ഞാൻ വീടിൻ്റെ അങ്ങനെ ഹോം ടൂർ പോലെ അങ്ങനെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ താഴോട്ട് നോക്കിയപ്പോഴാണ് ഒരാളിങ്ങനെ അവിടെ ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യനെ ചുമ്മാ സൈറ്റ് അടിക്കാൻ വേണ്ടി ഞാനൊന്ന് നോക്കിയതാട്ടോ. ശൂശൂന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് കുഞ്ഞാന്നൊക്കെ വിളിച്ചു. എന്തൊക്കെ വിളിച്ചിട്ട് ഈ മനുഷ്യൻ അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഫോണിൽ തന്നെ നോക്കിയിരിക്കുക. അതിങ്ങനെ മുഴുകിയിരിക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താ ടെറസിൻ്റെ മുകളിലൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ താഴോട്ട് വന്നു. താഴോട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, പോയും കഴിച്ച് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു സദ്യ കഴിച്ചിട്ടോ. അടിപൊളിയായിരുന്നു. പായസം അടപ്രഥമൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡും കഴിച്ച് കസിൻസിനോടൊത്ത് ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾ ഗിഫ്റ്റ് പൊട്ടിക്കാൻ തുടങ്ങി. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു കേട്ടോ മുന്നേ കൊടുത്തിരുന്നത്. ഇനി ഞങ്ങൾ കൊടുത്ത സാധനം എന്താണെന്ന് അറിയണ്ടേ? ഇതാ ഇപ്പം കാണാം കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നിട്ട് എന്തെടുക്കണമെന്ന് ഞങ്ങളിങ്ങനെ നോക്കി അവസാനം കണ്ടുപിടിച്ചൊരു സാധനമായിരുന്നു. ഇതല്ല കേട്ടോ, എയർ ഫ്രയർ അല്ല. എയർ ഫ്രയർ ഞങ്ങൾ എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ച് എടുക്കാൻ പോയതാണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് ഇതായി റൈസ് കുക്കറാണ് കേട്ടോ എടുത്തത്. മറ്റേത് വാങ്ങിച്ചെങ്കിൽ 2 എണ്ണം ആയാനല്ലേ. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം നോക്കി പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമാധാനം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പിത ചായ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. കുറേ നാളായിട്ടോ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട്. മുന്നിയുടെ വയറ്റു പൊങ്കാലയ്ക്കാണ് എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി കണ്ടത്. അതിനുശേഷം അടുത്തൊരു ഫംഗ്ഷൻ ഇതായിരുന്നു കേട്ടോ. അതായത് ഋതുട്ടം വന്നിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് നേരം ഇതാ പുറത്തോട്ടൊക്കെ പോയി. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. എല്ലാവരും ഉള്ളപ്പോൾ നമ്മളൊരു ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുമ്പോൾ അതൊരു സന്തോഷം. അതുകൊണ്ട് പിന്നെ എല്ലാവരും പോകുന്നതിന് മുന്നേ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോസ് എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എന്താ പതിയെ ഇറങ്ങുകയാണ്. പോകുന്നതിന് മുന്നേ പിന്നെ വല്യമ്മച്ചടുത്ത് ഒന്നും കൂടെ പോയി യാത്രയൊക്കെ പറഞ്ഞിട്ടായിട്ട് ഇറങ്ങിയത്. പരാതിയും പരിഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇടയ്ക്കൊക്കെ എന്നെ വന്ന് കാണണം എന്നൊക്കെ, എനിക്ക് വയ്യാന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. പാവം ഡെലിവറി കഴിഞ്ഞ് 3 മാസം ആയപ്പോഴേ വല്യമ്മച്ചിയെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിക്കണമെന്നും പറഞ്ഞ് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഫംഗ്ഷനും കൂടെ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ
ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ വരാമെന്ന് കരുതി. 3 മാസത്തിന് മുന്നേ ഇറങ്ങുവാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്ക് ബാക്ക് പെയിനൊക്കെ കൂടണ്ടാന്ന് കരുതിയിട്ടാണ് അതിന് മുന്നേ ഇറങ്ങാഞ്ഞതും. പിന്നെ നമ്മൾ 3 മാസം കഴിഞ്ഞല്ലേ കുറച്ച് ദൂരോട്ടൊക്കെ യാത്ര ചെയ്യുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മളിനി ബീച്ചിലോട്ടാട്ടോ പോകുന്ന വഴിക്കൊക്കെ എന്ത് രസമാണ്, അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി കിടപ്പുണ്ട്. നല്ല പച്ചപ്പും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ നേരത്തെ കായംകുളത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു. ഈ ഒരു സൈഡിലോട്ടല്ല, അതിൻ്റെ വേറൊരു സൈഡ് ഉണ്ട്, അവിടെ വന്നിട്ടുള്ളത് ഞാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് പോലെയൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ എന്തൊക്കെയോ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ. ബ്രൈഡലിൻ്റെ ആണേ. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴാണ്, എന്തിൻ്റെ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ 1-2 ഫാമിലി മെമ്പേഴ്സ് വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അന്നേരമാണ് പറഞ്ഞത് വെഡ്ഡിങ്ങിൻ്റെ ആണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരോട് ചോദിച്ചതിന് ശേഷം 1-2 ഫോട്ടോസ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ. മുടിയൊക്കെ എവിടെയൊക്കെയോ ഓടി പോകുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഋതുവിട്ട് കടൽ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പുറത്തോട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല. നമ്മൾ കൊല്ലം ബീച്ചിലോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ബീച്ച് കണ്ടത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ചെയ്തൊക്കെ വെച്ചേക്കുന്നേ. പിന്നെ കൂടുതൽ നേരം ഞങ്ങൾ അവിടെ നിന്നില്ല. നമ്മൾ എന്തിനാ വെറുതെ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതി ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അവർ ഓരോ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വേറൊരിടത്തോട്ട് പോയിട്ടു. അവിടെ ചെന്നപ്പം ഞങ്ങൾ വിചാരിച്ചു വലിയ തിരക്കൊന്നും കാണത്തില്ലാന്ന്. കാരണം ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ആ ഒരു തോന്നൽ മാത്രമായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് നിങ്ങൾക്ക് വഴിയെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ ഈ ഒരു പാലത്തിൻ്റെ അവിടെ വരണമെന്ന് കുറേ നാൾ ഞങ്ങൾ വിചാരിച്ചു. അതായത് കായംകുളത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഒരു പാലം വന്ന സമയത്ത് കുറേ പേര് ഫോട്ടോസ് എടുക്കുക, റീൽസ് ഇടുക, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ആ സമയത്തൊന്നും വരാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഈ പാലം വെച്ചതിന് ശേഷം ഇങ്ങോട്ടൊക്കെ വരുന്നത് തന്നെ. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് മുട്ടൻ തിരക്കായിരുന്നു കേട്ടോ. ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ആൾക്കാരായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ഒരു സൈഡ് കടലെങ്കിൽ ഒരു സൈഡ് കായലാണല്ലോ. അതുകൊണ്ട് ഭയങ്കര കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഋതുവിന് ഇങ്ങനെ കരച്ചിലും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് നിന്ന സമയത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് കാറ്റടിക്കുന്നതുകൊണ്ടായിരിക്കാം അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊന്നും പോയില്ല. ആ കയറി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ഞാൻ നിന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ ടെൻഷനായി കേട്ടോ. മോളിങ്ങനെ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണോ അവൾ കരയുന്നതെന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് ആ മൂടങ്ങ് പോയി കേട്ടോ അവിടെ ചെന്നേൻ്റെ. പിന്നെ അവിടെ ആ ഒരു ഭംഗിയൊന്നും ആസ്വദിക്കാനുള്ള ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ അങ്ങ് പോകാമെന്ന് എഴുതി. അപ്പോഴത്തേക്ക് മോള് പിന്നെ കരച്ചിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കുഞ്ഞനെ എടുത്തുകൊണ്ട് നിന്നു. ഇന്ന് കുഞ്ഞനെ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്കിനി അച്ഛനെ കാണാത്തതിൻ്റെ ബഹളമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂട് ചായ എടുത്ത് കുടിച്ചിട്ട് അണ്ണാക്ക് പൊള്ളി കേട്ടോ. ഇനി മോൾ അടുത്തത് കരയുന്നതിന് മുന്നേ അവളെങ്കിൽ മേടിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചായ കുടിക്കായിരുന്നു. പിന്നെ കസിൻസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവർ 2 പേര് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൂടെ ഇവിടെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇന്ന് അവിടേക്ക് നിന്ന് സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. നല്ല രസമുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ്. അസ്തമയ സമയമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഗോൾഡൻ കളറിൽ കിടക്കായിരുന്നിട്ട് ആകാശമൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഋതുകൂട്ടനായിട്ട് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൾ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് വീണ്ടും ആൾ കരയാൻ തുടങ്ങി പാൽ കുടിക്കാൻ വേണ്ടിയിട്ട്. എനിക്കന്നേരം പാൽ കുടിക്കാനാണോ അതോ ഇനി നേരത്തെ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണോ എന്നറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്നില്ല കേട്ടോ. ഞാൻ ഇറങ്ങി ഒറ്റ ഓട്ടോ ഓടി. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങി വന്നോ, ഞാൻ പോവുക, നിങ്ങളിവിടെ പതുക്കെ വന്നാൽ മതിയെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ കാറിൽ പോയിരുന്നു കേട്ടോ. കാറിൽ പോയിരുന്നിട്ട് പിന്നെ മോക്ക് ഫീഡ് ചെയ്തു. അപ്പോഴാണ് അവളൊന്ന് സമാധാനമായത് കേട്ടോ. പിന്നെ കുറച്ച് നേരം പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങ് സെറ്റായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അമ്മൂമ്മോളെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വിട്ടു. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് കയറിയില്ല കേട്ടോ. അവിടെ നിന്ന് പിന്നെ വരുന്ന വഴിക്ക് ഫുഡും കൂടെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അടുത്ത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ ഇറങ്ങി. ചപ്പാത്തി പാഴ്സൽ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചപ്പാത്തി ആണെങ്കിൽ ഇങ്ങനെ ചുട്ടിങ്ങനെ മാറ്റി വെക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് തന്നെയായിരുന്നു ചപ്പാത്തി വാങ്ങിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ചപ്പാത്തിയും ബീഫ് കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ എനിക്ക് ഇവിടുത്തെ ബീഫ് കറി അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫ് റോസ്റ്റോ അങ്ങനെ മറ്റോ ബീഫ് റോസ്റ്റ് ആയിരുന്നു, ഫ്രൈ ആയിരുന്നു, അത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുപോലെ ഇവർ ഫ്രീ ആയിട്ട് തരുന്നൊരു ഗ്രേവി ഉണ്ട്, അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മറ്റേ അവിടെ പോയായിരുന്നു അഴീക്കല് കാറ്റടിക്കുന്നതിന് അവള് ഭയങ്കര അച്ഛനും അമ്മയൊന്നും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരിങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എനിക്ക് ഇന്നലെ അച്ഛൻ എടുത്തുകൊണ്ട് വന്ന ടോപ്പ് കൈക്ക് ഇത്തിരി ടൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ പിന്നെ അതൊന്ന് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അത് അഴിച്ചിടാനൊന്നും ഉണ്ടായിരുന്നില്ല. അന്നേരം പിന്നെ അത് ഇനി ഞാൻ വണ്ണം കുറഞ്ഞ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അത് മാറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലാർജ് ആയിരുന്നു അത്, ഇത് എക്സൽ ആണ്. ലാർജ് എടുക്കുമ്പോൾ എനിക്ക് കറക്റ്റാണ്, പക്ഷെ കൈവണ്ണം കൂടുതലായതുകൊണ്ട് ഞാൻ എക്സൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്യാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ഇതാ വന്നിട്ട് പിന്നെ ഇതാ ഇവിടെയൊക്കെ ഒന്ന് പറക്കി ഒതുക്കി ഒന്ന് തട്ടിക്കൊടയായിരുന്നു. രാവിലെ പെട്ടെന്ന് ഇറങ്ങി പോയതാണല്ലോ, അതുകൊണ്ട് ഷീറ്റൊക്കെ നന്നായിട്ട് വിരിക്കാനും എടുക്കാനും ഒന്നും പറ്റിയില്ല. ഇനി ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇതാ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞൊക്കെ ഇട്ടിട്ട് മോളെ ഒന്ന് കിടത്താൻ വേണ്ടിയിട്ടാണ്. അവൾ ഉറങ്ങുവാണെങ്കിൽ നേരത്തെ അങ്ങ് ഉറക്കാമെന്ന് കരുതിയിട്ടാണ്. ഇനി ഉറങ്ങോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം കേട്ടോ. പിന്നെ നാളെ നമ്മൾ പോകണം എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞൻ പറയുന്നുണ്ട്. ഇനി പോകുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നാലും പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെക്കാനുണ്ട്. അതായത് കഴുകിയിട്ട തുണികളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി മടക്കി പെട്ടിയിലാക്കി അങ്ങ് വെക്കണം. പിന്നെ പോകുമ്പോൾ അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ എന്താ അവിടേക്ക് ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാനൊന്ന് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മേലൊന്ന് കഴുകിയിട്ട് വന്നു. നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മേല് കഴുകിയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ പിന്നെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വിലക്കുറവ് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർഡർ ചെയ്തൊരു ഐറ്റമാണ് കേട്ടോ. ഇത് ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു വാങ്ങിക്കണമെന്ന്. ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് 300-നകത്തേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ബയോയിൽ കൊടുത്തേക്കാം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി. ഡാമേജ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, കാരണം ഇങ്ങോട്ടാണല്ലോ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് റിട്ടേൺ വിടണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വിടണമല്ലോ. അതുകൊണ്ട് നോക്കിയതിന് ശേഷം എടുത്ത് വെക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.